ചെങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ദേശമംഗലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് പോകണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് മുന്നിൽ വലിയൊരു കുണ്ടുകുഴിയും കാണാണ്ട് എന്തായാലും ഭാഗത്തിന് കണ്ടോണ്ട് ഇവിടെ നിർത്തി. റോഡ് ഇങ്ങോട്ട് താന്നു പോയിരിക്കാണ് കേട്ടോ. ഇവിടെ നോക്കി നിങ്ങൾ, റോഡിൻ്റെ പകുതി ഒരു ചക്കരം ഭാഗമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ താന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ രാത്രി സമയത്ത് നമ്മളിത് കൂടെയൊക്കെ വണ്ടി കൊണ്ടൊക്കെ വരണ സമയത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴയൊക്കെ കുറവുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ എങ്ങനെ വെച്ചാൽ ഈ ഒരു വർഷം മഴയുടെ ചൂട് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മഴയുടെ പിടിച്ച് കഴിഞ്ഞാൽ ഇതുകൂട്ടൊക്കെ നിറച്ചും വെള്ളം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെ അങ്ങനെ ഒരു ഉടവ് കാണാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. കാരണം വെച്ചാൽ പിന്നെയാണ് കാണുന്ന വെച്ചാൽ കുറച്ച് അപകടം പിടിച്ചൊരു മേഖല തന്നെയാണ്. എനിക്കെന്തായാലും ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു 10 അടി വെച്ചെന്ന് വെച്ചാൽ അവിടേക്ക് എത്തും. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ട് നടക്കേണ്ട പ്ലാനിങ്ങാണ് കേട്ടോ ഉള്ളത്. പിന്നെ എന്താ ചോദിച്ചാലേ, ഈ ഒരു ഗ്രീനറി നോക്കി നിങ്ങൾ എന്ത് രസമല്ലേ കാണാനേ. അപ്പോൾ ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെ ഉണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഗ്രീനറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ, നമ്മൾ ഈ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള ലൊക്കേഷനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ അല്ലേ. എന്തായാലും റോഡിൻ്റെ കാര്യത്തിൽ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും എന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ലൊക്കേഷൻ സ്ഥലത്തിലേക്ക് ഞാൻ നടന്നുകൊണ്ട് യാത്ര ആരംഭിച്ചു കേട്ടോ. പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഒന്ന് ലൈക്കൊക്കെ അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്ബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ഒരു രസം. എന്താ വെച്ചാൽ നല്ലൊരു വൈബ്, എന്താ വെച്ചാൽ മൊത്തത്തിൽ പൂട്ടിയ കണ്ടങ്ങളാണ് കേട്ടോ ഇത്. അപ്പം ഇത് കൂടെ നടക്കുന്ന സമയത്ത് ചേറിൻ്റെ നല്ലൊരു മണം, പണ്ടത്തെ ഒരു മണം മാതിരി തോന്നി. നിറച്ചും താറാവിനെ കൊടുന്നിട്ട് താറാവിനെ മേയ്ക്കുന്ന ആൾക്കാർ ഒരു 2-3 കണ്ടത്തിൽ നിറച്ചും താറാവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ അടുത്തേക്ക് പോയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊക്കെ അപ്പോൾ എന്നെ കണ്ട് പേടിച്ച് താറാവുകളൊക്കെ വേറെ ദിശയിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്തായാലും കിട്ടിയ ചാൻസ് മുതലാക്കി. കാരണം നിന്ന സ്ഥലത്ത് നിന്നിട്ട് എടുത്ത ഒരു വീഡിയോ ഇട്ട് ഇത്. പിന്നെന്താ ചോദിച്ചാൽ ഞായറാഴ്ചയാണല്ലോ ഒന്ന്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ താറാവിൻ്റെ പിന്നാലെ 2-3 വരമ്പത്തു കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ താറാവ് പോയിട്ട് മൊത്തത്തിൽ ചളി പിളി കൊശൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ഇവരുടെ ഈ കളികളും കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് പിന്നെ ഞാൻ അങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിച്ചാലേ, താറാവിൻ്റെ മുട്ട കിട്ടുകയെന്ന് വെച്ചാൽ പൊരിച്ചിന്നാലോ. അപ്പോൾ കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു മുട്ട കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം പെട്ടെന്ന് നോക്കി നിന്നപ്പോൾ പിന്നെ മഴ ഇങ്ങനെ ഇരുണ്ട് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഞാനാണ് കുട എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്ന് കരുതിയിട്ട്.